ഹലോ ഫ്രണ്ട്സ്, നീംലിഫ് എന്ന് പറയുന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 22 ടിപ്സാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ LPG ഗ്യാസ് സിലിണ്ടർ കുറച്ച് നാൾ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിട്ടുള്ളത്. ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വൻപയർ, ചെറുപയർ, കടല എന്നുള്ള പയർവർഗ്ഗങ്ങൾ ഒന്ന് കുതിർത്തതിന് ശേഷം മാത്രം കുക്ക് ചെയ്യുക. രണ്ടാമത്തെ ടിപ്പ്, കറക്റ്റായിട്ടുള്ള വെസൽസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വലിയ പാത്രം വെക്കാതെ ഒരു പ്രോപ്പർ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള പാത്രം വെക്കുക. തേർഡ് ടിപ്പ്, ഏത് ഭക്ഷണ പദാർത്ഥമാണെങ്കിലും മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഹീറ്റ് ലോസ് തടയാൻ കഴിയും, അതുകൊണ്ട് നമുക്ക് എനർജി സേവ് ചെയ്യാൻ കഴിയും. നാലാമത്തെ ടിപ്പ്, നിങ്ങൾ സ്റ്റവ് ഓണാക്കിയിട്ടിട്ട് സാധനങ്ങളൊക്കെ തപ്പി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഒരുപാട് വേസ്റ്റ് ആവും. അതേ സ്ഥാനത്ത് എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഗ്യാസ് ഓണാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് LPG ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ അഞ്ചാമത്തെ ടിപ്പ്, നിങ്ങളുടെ സ്റ്റവ് എപ്പോഴും ക്ലീൻ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബർണറൊക്കെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസിനെ അത് ബാധിക്കും. അതുപോലെ എനർജി ഒരുപാട് വേസ്റ്റ് ആവുകയും ചെയ്യും. ആറാമത്തെ ടിപ്പ്, പ്രഷർ കുക്കർ യൂസ് ചെയ്യുക. കുക്ക് ചെയ്യുന്നതിന്, ഗ്യാസ് സേവ് ചെയ്യുന്നതിന് അത് ഹെൽപ്ഫുള്ളാണ്. ടിപ്പ് നമ്പർ 7, നമ്മൾ നല്ല തിള വന്നതിന് ശേഷം ഗ്യാസ് ഒന്ന് കുറച്ചിടുകയാണ്, അതായത് ഫ്ലെയിം ഒന്ന് കുറച്ചിടുകയാണെങ്കിൽ അത് ഗ്യാസ് കൺസംഷൻ കുറവേ ആവുള്ളൂ. അടുത്ത ടിപ്പ് നമ്പർ 8 ആണ്, നിങ്ങൾ ചെറിയ ബേർണറിലിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ചെറിയ ബേർണറിലിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് കൺസംഷൻ അത് കുറയ്ക്കും. ഇനി നമുക്ക് 9th ടിപ്പ് നോക്കാം. വൈഡ് ആയിട്ടുള്ള ബോട്ടം, അതായത് റൗണ്ട് ബോട്ടം ആയിട്ടുള്ള ഇതാണെങ്കിൽ, അല്ലെങ്കിൽ നാരോ ബോട്ടം വെസൽസ് ആണെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ ഹീറ്റ് ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ബേർണറിന് സ്യൂട്ടായിട്ടുള്ള പാത്രം ചൂസ് ചെയ്യുക. ഇത്തിരി വൈഡ് ആയിട്ടുള്ള പാത്രം തന്നെ സെലക്ട് ചെയ്യുക. ടിപ്പ് നമ്പർ 10, നമ്മൾ വെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുക്ക് ചെയ്യേണ്ട സാധനത്തിന് ആവശ്യത്തിന് മാത്രം വെള്ളം എടുക്കുക. കൂടുതൽ വെള്ളം ഹീറ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. 11th ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിലിരുന്ന് നന്നായി തണുത്ത ഫുഡ് ഐറ്റംസ് റൂം ടെമ്പറേച്ചർ കൊണ്ടുവരുന്നതിന് മുന്നേ ഒരിക്കലും ചൂടാക്കാതിരിക്കുക. ഒന്ന്, അത് ഹെൽത്തി അല്ല. രണ്ടാമത്തെ കാര്യം, അത് കൂടുതൽ ഹീറ്റ് എനർജി ആവശ്യം വരും. സോ ഒരുപാട് ഗ്യാസ് നമുക്ക് വേസ്റ്റാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഓരോ ഫുഡ് ഐറ്റംസ് ഓരോ തവണ ചൂടാക്കുമ്പോൾ നമുക്ക് ഗ്യാസ് അവിടെ വേസ്റ്റ് ആവുകയാണ്. സോ അതാണ് ടിപ്പ് നമ്പർ 12. ഇനി ടിപ്പ് നമ്പർ 13, നമ്മൾ റൈസ് കുക്കർ അതല്ലെങ്കിൽ കാസറോൾ പോലുള്ള പാത്രങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാം. ചൂട് തങ്ങി നിൽക്കാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ അരിയൊക്കെ ഒരു തിള വന്നതിന് ശേഷം നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ നല്ല വെന്ത് കിട്ടും. സോ ഗ്യാസ് തന്നെ വെച്ച് അരി തിളപ്പിച്ചെടുക്കണ്ട. 14th ടിപ്പ്, നിങ്ങൾ സ്ക്രബറൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ പാത്രത്തിൻ്റെ ആ ഷൈനിങ് സർഫേസ് കളയുകയാണെങ്കിൽ ആ പാത്രത്തിൻ്റെ എഫിഷ്യൻസിനെ അത് ബാധിക്കും. സോ എനർജി കൂടുതൽ കൺസ്യൂം ചെയ്യും. സോ ആ ഷൈനി സർഫേസ് മെയിൻറ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് ടിപ്പ് നമ്പർ 15, നമുക്ക് ബയോഗ്യാസ് പോലുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എമൗണ്ട് ഉണ്ട് കയ്യിൽ, കുറച്ച് സ്ഥലമുണ്ട് വീട്ടിലെങ്കിൽ നിങ്ങൾക്ക് ബയോഗ്യാസ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് അത് ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചോറിടാനായിട്ടും അതുപോലെ വെള്ളം തിളപ്പിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ബയോഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യാം. അധികം ഫ്ലെയിമൊന്നും കിട്ടില്ല, പക്ഷേ അത്യാവശ്യം വെള്ളം തിളപ്പിക്കാനുള്ള ഫ്ലെയിമൊക്കെ അതിൽ നിന്ന് കിട്ടും. ഇലക്ട്രിസിറ്റി കൺസംഷന് ഇത് ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്താൽ ഇലക്ട്രിസിറ്റി ബിൽ റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ടിപ്സ് കാണാം. സോ നെക്സ്റ്റ് ടിപ്പ് നമ്പർ 16, 1 pot കുക്കിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഒരു പാത്രത്തിൽ തന്നെ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കുക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, കടലക്കറി ഇപ്പോൾ നമ്മൾ ഒരു കുക്കറിൽ തന്നെ കുക്ക് ചെയ്യുകയാണ്. കടല വേറെ വേവിക്കാതെ, സവാള വേറെ വയ്ക്കാതെ എല്ലാം ഒരു പോട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വിസിൽ മാറ്റിയിട്ട് അവിടെ ചിരട്ടപ്പുട്ടിൻ്റെ ഇത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടൈമിൽ 2 സംഭവം റെഡിയായി കിട്ടും. ഇനി നിങ്ങൾക്ക് ടേസ്റ്റിനേക്കാൾ ഇമ്പോർട്ടൻസ് ഗ്യാസ് കൺസംഷൻ കുറയ്ക്കുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ക്ലേ വെസൽസിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടി വരും. അതായത് മൺചട്ടി ചൂടായി വരാൻ നല്ല ഹീറ്റ് ആവശ്യമാണ്. ടിപ്പ് നമ്പർ 18, ബഡ്ജറ്റ് ഇത്തിരി കൂടിയാലും ഗ്യാസ് കൺസംഷൻ കുറവുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള ISI മാർക്കുള്ള സ്റ്റൗ നോക്കി പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 19, നിങ്ങളുടെ സ്റ്റൗവ് നിങ്ങൾക്ക് കുക്കിംഗ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഓഫ് ചെയ്തിടാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ പപ്പടമൊക്കെ പൊരിക്കുന്ന സമയത്ത് ലാസ്റ്റത്തെ 2-3 പപ്പടമൊക്കെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും വെളിച്ചെണ്ണയിൽ ചട്ടിക്കും വെളിച്ചെണ്ണയ്ക്ക് ചൂടുണ്ടാവും. അപ്പോൾ അതിൽ പൊരിച്ചെടുക്കാവുന്നതാണ്. സോ അതൊരു നല്ല മെത്തേഡാണ് ഗ്യാസ് കൺസംഷൻ കുറക്കാൻ. ഈ ടിപ്പ് നമ്പർ 20 ആണ്, ഓവർ കുക്കിംഗ് അവോയ്ഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ കുക്ക് ചെയ്യാനുള്ള കറക്റ്റ് ടൈം അറിഞ്ഞിരിക്കുക. ഏകദേശം 20 മിനിറ്റ് വേണം ചിക്കൻ വേവിക്കാമെന്നുണ്ടെങ്കിൽ വെറുതെ അത് വീണ്ടും ഓവർ കുക്ക് ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക.
21ാമത്തെ ടിപ്പ്, നമ്മൾ ഓരോ സിലിണ്ടർ എത്ര ദിവസം യൂസ് ചെയ്തു എന്ന് എഴുതി വെക്കുക. അതായത് ഒരു കലണ്ടറിൽ ഗ്യാസ് തീർന്നതും ഗ്യാസ് കിട്ടിയതും ഗ്യാസ് പുതിയത് ഇൻസ്റ്റാൾ ചെയ്തതും എല്ലാം കറക്റ്റായിട്ട് എഴുതി ഓരോ ദിവസം കൗണ്ട് ചെയ്യുക. അപ്പോൾ ഒരു സിലിണ്ടർ എത്ര ദിവസം യൂസ് ചെയ്തു എന്നുള്ളത് പ്രത്യേകം ഓരോ മാസത്തിൻ്റെ നേരെയും എഴുതി വെക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയെങ്കിലും കൂടുതൽ ഒരു സിലിണ്ടർ യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. സോ നമുക്ക് നമ്മുടെ യൂസേജ് അറിയുമ്പോൾ നോർമലി അത് കുറക്കാനുള്ള ടെൻഡൻസി കൂടും. നമ്പർ 22, ഒരുപാട് പഴയ കുക്ക്വെയറുകൾ, അതായത് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കട്ട പിടിച്ച് ക്ലീൻ ആക്കാൻ പറ്റാത്ത വിധത്തിലിരിക്കുന്ന പഴയ കുക്ക്വെയറുകൾ ഹീറ്റാവാൻ ഒത്തിരി സമയമെടുക്കും. സോ ഗ്യാസ് കൺസംഷൻ അത് കൂടും. സോ നല്ല കുക്ക്വെയർ യൂസ് ചെയ്യാം. ബഡ്ജറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്, എങ്ങനെ LPG ഗ്യാസ് കൺസംഷൻ കുറക്കാമെന്നുള്ളതിനെ കുറിച്ച്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടമായി എന്നൊന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. സോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ബഡ്ജറ്റിൻ്റെ വീഡിയോ താഴെ ഇട്ടിട്ടുണ്ട്, ബഡ്ജറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. അതൊന്ന് ജസ്റ്റ് പോയി കണ്ടേക്കുക, എൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.